ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ ചായയൊക്കെ കഴിഞ്ഞു, ചോറ് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിന്നൊരു ചിക്കൻ വെള്ളമില്ലാണ്ട് അങ്ങനെ വറ്റിച്ച് പറ്റിയിട്ടെടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാട്ടോ. ഒരു പേരൊന്നുമില്ലേ, പേരുണ്ട്, ഇച്ചറിയില്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് ഒരു ഗ്രാമ്പൂ അല്ലെങ്കിൽ ഒരു ഏലക്ക, അല്ലെങ്കിലല്ല ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് രണ്ട് മൂന്ന് കുരു ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ അതേ നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുനുകുനാന്നരിയാൻ പറ്റുമെങ്കിൽ കുനുകുനാന്നരിഞ്ഞോളി. ഇതിനെക്കൊണ്ട് കുനുകുനാന്നരിയാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ചോപ്പ് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വയറ്റിയെടുക്കുക. അങ്ങനെ വയറ്റിയെടുത്തതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവണ വരെ നമ്മളിത് വയറ്റിയെടുക്കണം. അപ്പോൾ അതേ ഏതാണ്ടൊക്കെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഈ 2 പച്ചമുളക് ഞാൻ 4ആയിട്ട് കീറി ഇരുന്നാണ്ടാണ് ഇത്ര തോനുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കുന്ന സാധനം കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടും നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോഴത്തെ കരിവേപ്പിൻ്റെ എല്ലാം ഇട്ടെടുത്തിട്ട് നന്നായിട്ട് വരഞ്ഞ് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. 2-3 സ്പൂൺ കാശ്മീരി ചില്ലി, 2 സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 2 ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ പഠിച്ചോനെ ഇത് ചിക്കൻ മസാല, പിന്നെ കുറച്ച് മാത്രം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പച്ചമണം മാറിയ ശേഷം നമ്മൾ 2 തക്കാളി അടിച്ച് വെച്ചതാണ്, നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഈ തക്കാളിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാനൊരു 2 പാട്ട് കാണുന്നുണ്ട് കേട്ടോ. പാട്ട് വെച്ചാൽ വലിയ പാട്ടൊന്നുമല്ല. അന്നേരം എൻ്റെ മോന് വന്നപ്പോൾ ഓനിങ്ങനെ ഒച്ചാക്കണം. അപ്പോൾ ഞാനൊരു പാട്ടടി കൊടുത്ത്. ഓനക്ക് പാട്ട് പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം നമ്മളെ മുഖത്ത് ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും, ഒച്ചയൊന്നും ഉണ്ടാക്കാണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പാടിയൊരു പാട്ടാട്ടാ. നിങ്ങൾ ജഡ്ജ് ചെയ്യാനൊന്നും നിൽക്കരുത്. ശ്രുതിയല്ലേ താളൊന്നും ഉണ്ടാവില്ല. വരികളൊക്കെ തെറ്റാക്കാരം. അവിടുത്തെ വരി ഇവിടെ, ഇവിടുത്തെ വരി അപ്പുറത്താവും, അങ്ങനെയൊക്കെ ആക്കാരം. പക്ഷെ ഓനക്ക് പാട്ട് പാടുന്നതുകൊണ്ട് ഇഷ്ടമായതുകൊണ്ട് ഞാനങ്ങനെ പാടി. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ ഇങ്ങനെ വെച്ചപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ പാട്ടൊന്ന് കേട്ടോക്കി. നമുക്ക് ഇനി പാടിങ്ങാണ്ട് നമ്മളെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 പാട്ടുണ്ട് കേട്ടോ. 2ഉം വേറെ പാട്ടാണെങ്കിലും രണ്ടും വേറെ പാട്ടാണല്ലോ. പക്ഷേ വരികളൊക്കെ തെറ്റാണ്, ഞാൻ വീണ്ടും പറയണേ. അപ്പോൾ അപ്പോൾ നിങ്ങളിൻ്റെ പാട്ടൊന്ന് കേട്ടോക്കിട്ടാ. അപ്പോൾ അതേ നമ്മളെ ചിക്കന് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയിട്ട് നമ്മളിതങ്ങോട്ട് വേവിക്കാൻ പോവാണ്. അപ്പം ഇത് മൂടി വെച്ച് വെന്തതിന് ശേഷം കേട്ടോ ഞാൻ പാട്ട് പാടുന്നത്. ഇനി എൻ്റെ പാട്ടൊന്ന് കേട്ടിട്ട് വരി. മുത്തുനാവാരത്നമോഹം കത്തിടും മയിലാളേ, ഇഞ്ചൊളിവിലെ തഞ്ചമേറും തഞ്ചകപ്പൂമോളേ, ചിത്തിരം കൊത്തി പവിഴം ചെമ്പകച്ചുണ്ടും ചിരിയും മുത്തമാർവിരിയും വിരിയിൽ സൂക്ഷ്മമിൽ പാലേ കുറിയും കണ്ടു മോഹിച്ചു ഒരു കുറി കൊണ്ടു ദാഹിച്ചു. എൻ മലരെ നമ്മളെല്ലാം രാജ്യക്കാരല്ലേ, ഇന്നൊരു വിചാരവും സന്തോഷവും നീക്കില്ലേ. മുത്തുനാവാരത്നമോഹം കത്തിടും മയിലാളേ, നെഞ്ചൊളിവിലെ തഞ്ചമേകും തഞ്ചകപ്പൂമോളേ, ലാപുതിക്കിണ നീരമായിതാ പ്രിയ സാജിത മാലക്കോട്ടു ചാത്തേതാ, മാറലായി ചാനേതാ, പൂത്തു പിച്ച പെയ്ത്തു പാടേതാ, മഞ്ഞു പെയ്യും കാലമാ
जब പാടിടാ പെയ്യും കാലമായിട്ടാ പ്രിയ സാചിത അങ്ങനെ ദേ നമ്മൾ പാട്ട് പാടി നമ്മൾ ചിക്കനൊക്കെ വറ്റിച്ച് പരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇട്ടാൽ ഉണ്ടാവും. എൻ്റെ കയ്യിലില്ലാത്തതൊന്നും ഞാൻ ഇട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, പാട്ടിനെ ആരും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഫുള്ള് തെറ്റാണ്, പൊട്ടത്തെറ്റാണ്. ഞാൻ വെറുതെ അവന് പാടി കൊടുത്തപ്പോൾ ഞാൻ ഇതിൽ ഇട്ടു എന്നുള്ളൂ. അതിനെ അങ്ങനെ മാത്രം കാണുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഒരു മേക്ക് പറ്റി ഉണ്ടാക്കി. മേക്ക് പറ്റി എന്നൊക്കെ പറയാം. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഏറ്റാണ് ഉണ്ടാക്കുന്നത്. ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ ഉരുളൻകിഴങ്ങും അതുപോലെ സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് ഒന്നങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഉപ്പേരി മെയ്ക്ക് പരട്ടി എന്നൊക്കെ പറയുന്നൊരു സാധനം. നടത്ത് ഞാൻ തന്നെ ആയിട്ട് തിന്നത്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ മസാല ഇട്ട് കൊടുക്കുക. മസാല പറഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി. ഈ കാശ്മീരി ചില്ലി കളർ തന്നെയാണല്ലോ, അപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ ഉപ്പേരിയും ആക്കി. ഉപ്പേരിയല്ല മേക്ക് പറ്റി തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ അതങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ സാമ്പാറുമായിരുന്നു ഇട്ടെന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ആയി. നമ്മളിങ്ങനെ നമ്മളെ ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാളി, സബ്സ്ക്രൈബ് ചെയ്താളി, സപ്പോർട്ട് ചെയ്താളി. പിന്നെ ലോങ് വീഡിയോസിനൊന്നും വലിയ വ്യൂ ഇല്ല, എന്നാലും നമ്മൾ ഒറ്റയടിക്ക് ഇടുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വ്യൂ കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. ഇട്ടിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പം യൂട്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതേക്കാരം, അങ്ങോട്ട് ഇടുക, ഓരോന്ന് കണ്ണി കണ്ടൊക്കെ ഇടുക എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കണ പാട് നമുക്കല്ലേ അറിയുള്ളൂ. എന്തായാലും നമ്മൾ തുടങ്ങിയില്ലേ, ഇടയിലൊക്കെ എത്തുമോ നോക്കട്ടെ. അങ്ങനെ വലിയൊരിടത്ത് എത്തണമെന്നൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടാലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിച്ചണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഇന്നത്തെ എൻ്റെ പാചകവും പാട്ടൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയും പറയണമെന്ന് ലൈക്ക് അടിച്ചിക്കണോ നോക്കിക്കാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് അടിച്ചാളി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിക്കണേ ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താളി. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.